ചടങ്ങ് അപ്രതീക്ഷിതമായിട്ട് സർപ്രൈസായി ഞാൻ പോലും അറിയാതെ ക്രമീകരിച്ചു. അതിൻ്റെ കാരണം അവർ പറഞ്ഞതാണ്, ഈ അങ്കിൾ ഞങ്ങൾ ഒത്തിരി അടിച്ചിട്ടുണ്ട് വടികൊണ്ട്. ആരാധനയ്ക്ക് അടങ്ങിയിരിക്കാതിരുന്നപ്പോൾ, കൊച്ചു ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഒരു വടി കൊണ്ടടിച്ച് ഞങ്ങൾ ഡിസിപ്ലിൻ ആക്കിയത് ഈ അങ്കിളാണ്. അതുകൊണ്ട് വി വാണ്ട് ടു ഓണർ. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആണ്. ഇദ്ദേഹത്തെ വിളിച്ച് അവർ ബൊക്കെയൊക്കെ കൊടുത്ത് ഷാളൊന്നും വന്ന് നീക്കിട്ട് കൊടുത്തിട്ട് ഇത് അവർ അന്നേരം അദ്ദേഹത്തോട് പറയുന്നത് ഇതാണ്. ആ പിള്ളേരെല്ലാം വളർന്ന് ഒരു നല്ല ജോലിക്കാരായി ഒക്കെ കഴിഞ്ഞപ്പോൾ അവരത് ഓർത്തു. കാരണം അന്ന് കിട്ടിയൊരു ചെറിയ അടി പോലും അവരിത് ഗുണമായി എന്ന് ചിന്തിച്ചിട്ടുണ്ട്. മുതിർന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു ചെറുപ്പക്കാരനായ പാസ്റ്ററായിട്ട് 28 വയസ്സിൽ പാസ്റ്ററായിട്ട് ഇറങ്ങുമ്പോൾ ഒരു വലിയ പ്രായം കൂടി ഒരു പാസ്റ്റർ, ഏകദേശം 78 വയസ്സിലധികം ഒരു പാസ്റ്റർ ആ ചർച്ച വന്ന് പ്രസംഗിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഒരു കാര്യം ഇപ്പോഴും ഞാൻ മറക്കില്ല, ഇപ്പോഴും ഞാൻ പ്രായോഗികമാക്കാറുണ്ട്. എവറി ഡേ യു ഫീൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എല്ലാ ദിവസവും ആത്മാവിൽ നിറയണം. എല്ലാ ദിവസവും ആത്മാവിൽ നിറയണം. ഞാൻ എല്ലാ ദിവസവും രാവിലെ ആ വാക്കുകൾ ഓർക്കാറുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാം. മുതിർന്ന സഹോദരന്മാർ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങളെ നന്ദിയോട് ഓർക്കുകയും അവരെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ. വി ആർ ലിവിങ് ഇൻ ദ ലാസ്റ്റ് ജനറേഷൻ. അവിടെ നമുക്ക് അവസാന ഒരു തലമുറ കാലത്ത് ജീവിക്കുന്ന നമുക്ക് തോന്നിയേക്കും ഒരു പക്ഷേ. ഒത്തിരി തലമുറകളുടെ വ്യത്യാസം നമ്മുടെ ഇടയിലെല്ലാം കാണാം അല്ലേ? റീസെൻ്റ്ലി മോഡേൺ സ്റ്റഡീസൊക്കെ പറയുന്നുണ്ട്. ആൽഫ ജനറേഷൻ, ബീറ്റ ജനറേഷൻ അല്ലേ, ബൂമേഴ്സ് അല്ലേ, ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ, റൈറ്റ്? കേട്ടില്ലുണ്ട്. ഇന്ന് ഈ തലമുറകൾ ഈ മുതിർന്നവരെ മാനിക്കുന്നുണ്ടോ ആദരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മുതിർന്നവർ ആരെങ്കിലും വീട്ടിൽ വന്നാൽ എഴുന്നേൽക്കുന്ന രീതി നമ്മുടെ തലമുറകൾക്ക് എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞില്ലേ? ആ സംസ്കാരമൊന്നും ഇല്ലാതെയായി. When some elderly people will enter to your house, you raise your voice. നമ്മൾ അറിയുന്നില്ല. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇടത് കൈ കൊണ്ട് ആഹാരം കഴിച്ചു. ഞാൻ വലത് കൈ കൊണ്ട് ഒരു സാധനം എടുത്തപ്പോൾ അതിൻ്റെ സ്മെല്ല് കഴുകിയിട്ടും പോകാത്തതുകൊണ്ട് ഇടത് കൈ കൊണ്ട് ഞാൻ ചോറുണ്ടപ്പോൾ എൻ്റെ വലിയപ്പം വന്നൊരു അടി തന്നു എനിക്ക്. അന്നേരം മനസ്സിലായി ഇടത് കൈ കൊണ്ട് ആഹാരം കഴിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചത് അല്ലേ? പണ്ട് വലിയപ്പച്ചന്മാര് കൊച്ചുമക്കളെ മടിയിലെത്തി കഥകളൊക്കെ പറയുമായിരുന്നു. ഇതിൽ വലിയ കഥകൾ കൊച്ചുമക്കൾക്ക് അപ്പച്ചന്മാരെ പഠിപ്പിക്കും. അതാണ് കഥ. വി ഹാവ് മെനി ടൈംസ്. നമുക്ക് പല സമയങ്ങളുണ്ട്. പണ്ട് നമുക്ക് വി ഹാവ് പ്രയർ ടൈം, വി ഹാവ് ഡിവോഷൻ ടൈം, വി ഹാവ് മെഡിറ്റേഷൻ ടൈം, വി ഹാവ് ഫാമിലി ടൈം. ഇപ്പോൾ പുതിയ ടൈമാണ് സ്ക്രീൻ ടൈം ഇല്ലേ? മൊബൈൽ സ്ക്രീനും പണ്ട് TV സ്ക്രീനായിരുന്നു. ഇപ്പം അതെല്ലാം ചുരുങ്ങി ഇല്ലേ? കാര്യങ്ങൾ തലമുറ മാറിയ കാര്യത്തെക്കുറിച്ച് പറയുന്നു അല്ലേ? തലമുറ മാറിക്കഴിഞ്ഞു. അതിൻ്റെ നടുവിൽ വി നീഡ് ടു നോ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു റെസ്പെക്ട് അവർ എൽഡേഴ്സ്. എങ്ങനെ നമ്മുടെ മുതിർന്നവരെ, മൂപ്പന്മാരെ, പ്രായമുള്ളവരെ, വിശ്വാസത്തിൽ സമ്പന്നരായവരെ, അനുഭവജ്ഞാനമുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പഠിച്ചില്ലോടി. തീർച്ചയായിട്ടും ഇന്ന് രാത്രി ആ കാര്യങ്ങൾക്ക് കർത്താവ് ഒരു സാവകാശം ഒരുക്കിയിരിക്കുകയാണ്. 30 വർഷത്തിലധികം ഈ മഹാരാഷ്ട്രയിൽ, മുംബൈയിലോ മറ്റിതര ദേശങ്ങളിലോ വന്ന വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുകയും നല്ല സാക്ഷ്യത്തോടുകൂടെ സഭകളിൽ ജീവിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയായി നിലനിൽക്കുകയും ചെയ്ത വളരെ ബഹുമാനത്തിനർഹരായ മുതിർന്ന സഹോദരന്മാരെയാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ ആദരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന നമ്മുടെ വിശിഷ്ടാതിഥി, നമുക്കെല്ലാം പരിചിതനായ കർത്താവദാസൻ പാസ്റ്റർ ദീപോ വർഗീസ്, അദ്ദേഹത്തെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരങ്ങളടിച്ച് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ പ്രത്യേക മീറ്റിങ്ങിൽ ക്ഷണിക്കപ്പെട്ട് വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന മുതിർന്ന സഹോദരന്മാർ പേര് പറയാൻ മുമ്പിൽ ലിസ്റ്റുണ്ട്. എനിക്ക് പേര് പറയാൻ കാണാതെയും പറയാമെങ്കിലും ഒരുമിച്ച് അവർ കരങ്ങളടിച്ച് ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു.
ഈ കോറിന് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റർ പ്രിയ ടീം, അവരെ കരണ്ടടിച്ച് ഇന്ന് രാത്രി ഈ വീഡിയോ സ്വാഗതം ചെയ്തു. നമുക്ക് പെന്തക്കോസ്ത് സൊല്യൂഷൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് പലതുകൂടി ഉണ്ട്. അവരെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്താട്ടെ. കരണ്ടടിച്ചെല്ലാം സ്വാഗതം ചെയ്താട്ടെ. ഈ മുതിർന്ന സഹോദരി സഹോദരന്മാരുടെ ഭവനങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. അവരെയും ദൈവനാമഹത്വത്തിനായിട്ട് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുറന്നു ചില നിമിഷങ്ങൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദീപകോൺസ് നമ്മോട് തിരുവഴുത്തിന് സംസാരിക്കുന്നതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്തോഷത്തോടെ കർത്താവിനായ നാമത്തെ മഹത്വത്തിനായിട്ട് സ്വാഗതം ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവന് സകല സ്തുതി സ്തോത്ര ബഹുമാനങ്ങളും തുടക്കത്തിൽ ഞാൻ അർപ്പിക്കുന്നു. നമ്മെ സ്നേഹിച്ചവനും തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും അഥവാ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഏവർക്കും ക്രിസ്തീയ അഭിവാദനങ്ങൾ. പ്രത്യേകിച്ച് NMPF-ന്റെ അധ്യക്ഷനും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോൾ വർഗീസ്, NMPF-ന്റെ എല്ലാ ഭാരവാഹികളും, ഇവിടെ ക്ഷണിക്കപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന എൽഡർലി മാതാപിതാക്കളായി, സഹോദരങ്ങളായി, കർത്തൃദാസന്മാരായി, കൊയറായി ഒക്കെ വന്നിരിക്കുന്ന നിങ്ങളേവരെയും വിശേഷാൽ ഞാൻ വന്ദനം ചെയ്യുന്നു. നിങ്ങളോടുകൂടെ എനിക്കും ഇങ്ങനെ ഒരു സാഹചര്യം ദൈവം ഒരുക്കിയതിനായിട്ട് ഞാനും സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മുംബൈയിൽ എനിക്ക് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞു, 30 ആയില്ല. കർത്തൃവേലയിൽ 33ഓളം വർഷം ഉത്തര ഭാരതത്തിലായി. പഠനകാലം കൂടി ചേർത്താൽ ഒരു 4 കൊല്ലം കൂടെ കൂട്ടാം. വളരെ അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ കർത്താവ് എന്നെയും ആക്കി തീർത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ആ വലിയ തിരഞ്ഞെടുപ്പിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ ഒരുവനാണ്. ഞാനും നബി മുംബൈയിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നമ്മുടെ പാസ്റ്റേഴ്സ് ആൻഡ് എൽഡേഴ്സ് മീറ്റിങ്ങിലൊന്നും എനിക്ക് സംബന്ധിക്കാൻ സാധിക്കാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ നബി മുംബൈയിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ മുംബൈയിൽ ഞാൻ കൊറോണയുടെ ആ ആഴ്ചയാണ് വന്നു ചേരുന്നത്. അതുവരെ ചെമ്പൂരായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വാശിയിലേക്ക് താമസം മാറ്റി ആ ആഴ്ച ലോക്ക്ഡൗൺ തുടങ്ങി. ആ ആഴ്ച മുതൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ വിദേശത്തുണ്ട്. അവരെന്നോട് പറഞ്ഞു, ചാച്ചാ ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുക, ഈ സമയം സൂം എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ കൂടെ ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കാമോ? അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ബൈബിൾ ക്ലാസ് അന്ന് ലോക്ക്ഡൗൺ തുടങ്ങി ആദ്യത്തെ ആഴ്ച തുടങ്ങിയതാണ്. പിന്നെ ആൾക്കാർ അറിഞ്ഞും കേട്ടുമൊക്കെ പലരും അതിൽ ചേർന്നു. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 8:30 മുതൽ 10 മണി വരെ ആ ബൈബിൾ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നമ്മുടെ എൽഡേഴ്സ് പാസ്റ്റേഴ്സ് മീറ്റിങ്ങിലൊന്നും സംബന്ധിക്കാൻ കഴിയാതിരിക്കുന്നത്. ദയവായി ക്ഷമിക്കുമല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെയുള്ളയാളാണ്. നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായതുകൊണ്ടല്ല, ഇന്ന് എനിക്ക് ചീട്ട് വീണു. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 30 വർഷം ആകാത്തത് കൊണ്ട് ഇവിടെ നിൽക്കാൻ ഒരവസരം ഉണ്ടായി എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യത്തെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കർത്താവിന്റെ സന്നിധിയിലും താഴ്മയോടെ അല്പസമയം തിരുവെഴുത്തുകളെ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രസംഗിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുവാൻ ആളുമല്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ പറയുന്ന ഒരു സംഗതിയാണ്, ബൈബിൾ സ്കൂൾ മുതൽ കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ പ്രയാസമുള്ളത് അന്ന് കേൾക്കുമായിരുന്നത് ബൈബിൾ സ്കൂളിലാണെന്ന്. ശരിയാ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി പാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ പ്രസംഗിക്കാൻ അതിനൊക്കെ പ്രയാസം. പിന്നെ മനസ്സിലായി അതിനൊക്കെ പ്രയാസം
നമ്മളെ പ്രസംഗിക്കുന്നയാൾ ഉൾപ്പെടുന്ന ആ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പാസ്റ്റേഴ്സിൻ്റെയും മറ്റു സമൂഹത്തിൽ പ്രസംഗിക്കാനാണ്. പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ അകത്തുനിന്ന് ഒരാൾ ദൈവവചനം പ്രസംഗിച്ചാൽ പൊതുവെ നമ്മുടെ ഇടയിൽ കാണപ്പെടുന്നത് അത്ര സ്വീകാര്യത ലഭിക്കാറില്ല. അതുകൊണ്ട് ഞാനിവിടെ പ്രസംഗിക്കാൻ പ്രത്യേകിച്ച് താല്പര്യപ്പെടുന്നില്ല. എൻ്റെ മുമ്പിൽ അനുവദിച്ചിരിക്കുന്ന സമയം കർത്തദാസൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിനകം അല്പം ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ പ്രസംഗമായിട്ടൊന്നും കണക്കാക്കേണ്ട, ഒരു പ്രബോധന പ്രോത്സാഹന ചിന്ത എന്ന് മാത്രം. ഇന്ന് നാം ആയിരിക്കുന്നത് ഒരു കൊമേഴ്സ്യലൈസ്ഡ് വേൾഡിലാണ്, ഒരു വാണിജ്യവൽക്കരിക്കപ്പെട്ട ലോകത്താണ്. ആത്മീയതയുടെയും വാണിജ്യവൽക്കരണം നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നിങ്ങളെന്നെ കല്ലെറിയത്തില്ലെന്ന് ഞാൻ കരുതുന്നു. വേദപുസ്തകത്തിൻ്റെയും വാണിജ്യവൽക്കരണം നന്നായി തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, പണ്ട് വേദപുസ്തകം അച്ചടിക്കുമായിരുന്നത് ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ടും ആവോളം പേരിലേക്ക് ദൈവവചനം എത്തിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. തെളിവ് വേണമെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഉപയോഗിക്കാതിരിക്കുന്ന എത്ര ബൈബിളുകൾ ഉണ്ടാവും? ഇല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ കൈവക്കിയാൽ ഉപകാരമായിരുന്നു. ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാമായിരുന്നു ഇതിന് ശേഷം. അതുകൊണ്ട് ഒരു മിഷിയോളജിസ്റ്റ്, ഒരു മിഷൻ സംഘടന നടത്തുന്ന, അതിൻ്റെ ഒരു കണക്കൊക്കെ നടത്തുന്ന ഒരാൾ പറഞ്ഞു, ഇഫ് വി കളക്ട് the unread and unused Bibles from the Bible believing families, we will be able to distribute it for next 10 years even without printing a single copy of the Bible. വേദപുസ്തകം വിശ്വസിക്കുന്നവരുടെ വീടുകളിൽ വായിക്കാതെയും ഉപയോഗിക്കാതെയും വെച്ചിരിക്കുന്ന വേദപുസ്തകമെല്ലാം കൂടെ നമ്മൾ കൂട്ടിയെടുത്താൽ അടുത്ത 10 വർഷം ഒരു ബൈബിൾ പോലും അച്ചടിക്കാതെ ആവശ്യമുള്ളിടത്തെല്ലാം വിതരണം ചെയ്യാൻ തക്കതുപോലെ ബൈബിള് കാണും. ശരിയായിരിക്കുന്നില്ലേ? നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ വാങ്ങിക്കൂട്ടുക. ഓരോ കൺവെൻഷന് ചെല്ലുമ്പോഴും നമ്മൾ വാങ്ങിക്കും. എന്താ അർത്ഥം? കൊമേഴ്സ്യലൈസേഷനാണ്, വാണിജ്യവൽക്കരണമാണ് ബൈബിളിൻ്റെയും. അതും പാപമാണെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നയാളാണ് ഞാൻ. ആവശ്യത്തിന് വാങ്ങിയാലും ഒക്കെ മതി. ഏതാണ്ട് 10-25 പരം വർഷം പഴക്കമുള്ളൊരു ബൈബിൾ എൻ്റെ ഇരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് മാറിയാൽ കൊള്ളാവുന്നുണ്ട്, കാരണം അക്ഷരമൊക്കെ മാഞ്ഞു തുടങ്ങി, പിന്നെ കണ്ണിന് കാഴ്ചയും കുറഞ്ഞു തുടങ്ങി. അപ്പം പിന്നെ അല്പം കൂടെ നല്ല പ്രിൻ്റുള്ളത് വാങ്ങിയാൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയ ലോകത്തും എന്ത് സംഭവിച്ചിരിക്കുന്നു? വാണിജ്യവൽക്കരണം. ലാഭത്തിന് വേണ്ടിയാണ് പലതും നോക്കുന്നത്. നമുക്ക് ലാഭം കൊയ്യാൻ പറ്റുമെങ്കിൽ ഇരയായിട്ട് എന്തും കൊടുക്കാൻ നാം തയ്യാറാണ്. സ്തോത്രം, അല്ലേ? ഇങ്ങേറ്റം യേശു കർത്താവിൻ്റെ കാലത്ത് പോലും, കർത്താവിനോട് പോലും ശിഷ്യന്മാരും ചോദിച്ചത് അതായിരുന്നു. എന്തുവാ? മത്തായി 19-ാമത്തെ അധ്യായത്തിലും മർക്കോസ് 12-ാമത്തെ 10-ഉം 12 അധ്യായങ്ങളിലും ഒക്കെ നാം കാണുന്നത്, പത്രോസ് തുടങ്ങിയ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്തോ കിട്ടും. പലരുടെയും ആത്മീയ ജീവിതത്തിൻ്റെ പിൻപിലെയും പ്രേരക ഘടകം ഇതാ, ഞങ്ങൾക്ക് എന്ത് കിട്ടും. സ്തോത്രം. 30-ൽ പരം വർഷം വിശ്വാസ ജീവിതവും ശുശ്രൂഷ ജീവിതവും ഒക്കെ നയിച്ച, പലതരത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് പങ്കാളികളും ആയിട്ടുള്ള, ചിലപ്പോൾ ചില സഭാ സ്ഥാപനങ്ങൾക്കും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെയും മനസ്സിൽ ചിലപ്പോൾ ഈ ചോദ്യം ഉണ്ടായി കാണും, അല്ലേ? എന്തോ കിട്ടുമെന്ന്. കൈപൊക്കണ്ട. അങ്ങനത്തെ ഒരു ചിന്ത ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത എത്രയോ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഉൾപ്പെടെ. ഞാൻ മാറ്റി നിർത്തിയല്ല പറയുന്നത് കേട്ടോ. സ്തോത്രം. ഞാൻ ഉൾപ്പെടെ, NMPF-ന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ, നമുക്ക് എത്ര പേർക്ക് ഈ ചിന്താഗതി ഉണ്ടായിട്ടില്ല, എന്തോ കിട്ടുമെന്ന്? എല്ലാവരും ഈ ഒരു ചോദ്യം നമ്മോട് തന്നെയും ചോദിക്കുന്നുണ്ടാകാം,
ദൈവത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാകാം. പിന്നെ ആശ്വാസത്തിനായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, ന്യായമായത് തരാമെന്ന് പറഞ്ഞ് മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് അയച്ച കർത്താവേ. എനിക്ക് വേണ്ടി ചിലർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളപ്പോൾ ഞാൻ കേട്ട ഒരു പ്രയോഗമായത് കേട്ടോ. അത് കേട്ട് ഞാനും ചിലതൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ന്യായമായത് തരാം എന്ന് പറഞ്ഞ്. ഇനിയും തമ്പുരാൻ ഒന്നും തരുത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേർ കർത്താവിനെ സേവിക്കുവാൻ തയ്യാറായി? ഇതൊന്നും കൈവക്കല്ലേ? സ്തോത്രം. കർത്താവ് ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേർ കർത്താവിനെ സേവിക്കാൻ തയ്യാറാവും? വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയോടല്ലേ നമ്മൾ തുടങ്ങിയത്? ആണോ? കിട്ടും എന്ന പ്രതീക്ഷയോടെയാണ് നാം ഒക്കെ നമ്മുടെ വിശ്വാസ ജീവിതവും ശുശ്രൂഷ ജീവിതവും ആരംഭിച്ചത്. സ്തോത്രം. മുൻപോട്ട് പ്രതീക്ഷിച്ചത് കിട്ടാതെ വന്നപ്പോൾ മടുപ്പും ക്ഷീണവും, എബ്രായർ 12-ാം അധ്യായം ഞാനീ പറയുന്നത്, മടുപ്പും ക്ഷീണവും മുഷിച്ചിലും അല്ലേ ഒക്കെ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. സ്തോത്രം. മടുപ്പും മുഷിച്ചിലും ക്ഷീണവും ഒക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. സ്തോത്രം. ക്ഷീണിച്ചു മടുത്തു പോയിട്ടുണ്ട്. പലപ്പോഴും മതി എന്ന് വെച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചർച്ച് ഓഫ് ഗോഡ് എന്ന ഒരു പ്രസ്ഥാനത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനല്ല, കർത്താവിൻ്റെ ശുശ്രൂഷകനാണ്. പിന്നെ ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിലാണെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നാണ് എനിക്കൊരാഗ്രഹമുള്ളത്. IPCയുടെ വേലക്കാരൻ അല്ല, ചർച്ച് ഓഫ് ഗോഡിൻ്റെ വേലക്കാരൻ ഒരിക്കലും അല്ല, AGയുടെ നമ്മളൊക്കെ. സ്തോത്രം. പിന്നെ ഓരോ പ്രസ്ഥാനത്തിലൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചർച്ച് ഓഫ് ഗോഡിൽ ഇവിടെ ചേരാൻ വേണ്ടിയിട്ട് 1992 ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പാസ്റ്ററിൻ്റെ റെക്കമെൻഡേഷൻ വേണമായിരുന്നു. പാസ്റ്റർ പഴയ ഒരപ്പച്ചനാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ എഴുതണ്ട, ഞാൻ സൈൻ ചെയ്തു തരാം. അപ്പം ഞാൻ വാചകങ്ങൾ പറഞ്ഞിരുന്നു. വാചകം പറഞ്ഞു എന്നതിനകത്തുള്ള ഒരു പ്രയോഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ വിശ്വസ്തയോടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായിക്കൊള്ളാമെന്ന് എന്നൊരു വാചകം. അത് വായിച്ച് കേൾപ്പിച്ചപ്പോൾ എൻ്റെ ആത്മീയ പിതാവും കൂടെയായ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ആ വാചകം ഒന്നുകൂടൊന്ന് വായിച്ചേ. എന്നിട്ട് എന്നോട് ചോദിച്ചു, എടാ നീ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനാകാനാണോ പോകുന്നത്? ഞാൻ പറഞ്ഞല്ല, പിന്നെ കർത്താവിൻ്റെ. എന്നാൽ പിന്നെ പാസ്റ്റർ ആ വാചകം ഒന്ന് തിരുത്തിയേക്കണമെന്ന് പറഞ്ഞു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായിട്ടല്ല, ചർച്ച് ഓഫ് ഗോഡിൽ കർത്താവിൻ്റെ ശുശ്രൂഷകൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മുതൽ ഈ പ്രസ്ഥാനത്തിലാണ്. അതിൽ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ലീഡേഴ്സ് ഞങ്ങളുടെ ഇടയിൽ പാസ്റ്റേഴ്സ് മീറ്റിംഗ് എന്നൊക്കെ വരുമ്പോൾ പറയാറുള്ള, എല്ലാ പ്രാവശ്യവും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വന്നപ്പോൾ കണ്ട പാസ്റ്റേഴ്സിനെയൊക്കെ ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര അതിശയം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ അമേരിക്കയിൽ എല്ലാ മാസവും ഏതാണ്ട് 1500ഓളം പാസ്റ്റേഴ്സാണ് ശുശ്രൂഷ വിട്ടു പോകുന്നതെന്ന്. 1500+ pastors quit their ministry every month. വിശ്വാസം വിടുന്നില്ലായിരിക്കാം, പക്ഷേ ശുശ്രൂഷ വിടുന്നു. നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് ശുശ്രൂഷയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ അഭിനന്ദിക്കാറുണ്ട്. ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല, പിന്നീട് സത്യമാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ പലരും വിശ്വാസ ജീവിതവും ശുശ്രൂഷയും വരെ വിട്ടുപോകുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോഴും ഒക്കെ ചോദിക്കുന്ന ചോദ്യം ഇതാ, ഇത്രയും കൊല്ലം ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തോ നേടി, എന്തോ കിട്ടി. സ്തോത്രം. ചില പാസ്റ്റേഴ്സിൻ്റെയും വെൽഡേഴ്സിൻ്റെയും ഒക്കെ ഭാര്യമാരെ ഞാൻ ആ വിഷയത്തിൽ ചിലരെ അഭിനന്ദിക്കുകയും ചിലരെ ഞാൻ ശാസിക്കുകയും ചെയ്യുന്നു. കാരണം എൻ്റെ സ്നേഹിതരായ കർത്താവിൻ്റെ ദാസന്മാരിൽ തന്നെ ചിലരുടെ ഭാര്യമാർ അവരുടെ സ്വന്തം ഭർത്താക്കന്മാരായ ശുശ്രൂഷകന്മാരോട് പറഞ്ഞു, എന്തിനാച്ചാ മൂക്കിന് താഴെ രോമം കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങളെക്കാൾ ജൂനിയർ അല്ലേ ആ പുള്ളി? ആ പുള്ളി എന്തൊക്കെ നേടി?
നിങ്ങളോ? കയറി കിടക്കാൻ ഒരു ഇടമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ദീർഘവർഷങ്ങളിലെ വിശ്വാസ ജീവിതത്തിനും ശുശ്രൂഷ ജീവിതത്തിനും ഒടുവിൽ നാമൊക്കെ പലപ്പോഴും കണക്ക് നോക്കുന്നത് ഈ അടിസ്ഥാനത്തിലല്ലേ? എന്ത് നേടി, എന്ത് കിട്ടി, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇരിക്കുന്ന കസേരയുടെ വലിപ്പവും നിറവും നോക്കും. മറ്റുള്ളതിൽ നിന്നൊക്കെ വലിപ്പം കൂടിയതും വിശേഷമേറിയതുമാണെങ്കിൽ ഒരഭിമാനം. പോക്കറ്റിന്റെ കനം ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അർത്ഥം. ഇങ്ങനെയൊക്കെ കിട്ടിയെങ്കിൽ പ്രയോജനമായി, ലാഭകരമായി എന്നൊക്കെ തോന്നും. പക്ഷെ ഇങ്ങനെയാണോ നമ്മുടെ വിശ്വാസ ജീവിതത്തെ അളക്കേണ്ടത്? ആണോ? സ്തോത്രം. നമുക്ക് ലഭിച്ച പദവികൾ, അലങ്കരിച്ച പദവികൾ, കുറഞ്ഞ പക്ഷം എക്സ് എന്നെങ്കിലും ഒന്ന് വിളിക്കപ്പെടുന്നത് ഒരു പ്രത്യേക സുഖവരാണ്. എക്സ് സോ. ഞാനും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഏതാണ്ടൊക്കെ എക്സ് കേൾക്കുമ്പോൾ ഒരു ഇക്കിളി വല്ലായ്മ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിലായിരുന്നു, ഇന്നലെ വന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ പിതാവ് തന്നെ ഒരു ആളിനെ കുറിച്ച് പറയുകയായിരുന്നു, പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിരുന്നതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ജോയിന്റ് സെക്രട്ടറി ആയിട്ടെങ്കിലും അങ്ങ് ഇരിക്കാൻ ശ്രമിക്കുകയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ബ്രദറെ ഒന്ന പോസ്റ്റ് ഇല്ലെങ്കിൽ ആരും, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് അതിനു വേണ്ടി ഭരിക്കുന്നത് വരെ അങ്ങനെ ഇരുന്നൊന്ന് ചത്താൽ ചിലപ്പോൾ ശവവും കിടന്ന് ഈ ടൈയൊക്കെ പിടിക്കുമെന്നാ തോന്നുന്നു. ഇതുകൊണ്ടാണോ നാം നമ്മുടെ വിശ്വാസ ജീവിതത്തെ അളക്കേണ്ടത്? സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നാം വിശ്വാസ ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസ യാത്രയുടെ സംവത്സരങ്ങൾ നേടിയവയുടെ കണക്കെടുത്താണോ നമ്മുടെ ആത്മീയ ജീവിതത്തെ വിലയിരുത്തേണ്ടത്, അതോ വിട്ടുകളഞ്ഞവയുടെ കണക്കെടുത്താണോ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നാം ഇതിലേതാ കണക്ക്? ഇതിലേത് കണക്കാണ് കൂടുതൽ എടുക്കുന്നത്? Even youngsters, you also can follow these things, okay? If God tarries, the Lord will tarry. You will also be sometimes be seated like this some years back. നാം ഏതിന്റെ കണക്കാ സാധാരണ എടുക്കുന്നത്? നേടിയവയുടെ കണക്കോ അതോ കർത്താവ് നിമിത്തം വിട്ടുകളഞ്ഞവയുടെ കണക്കോ? സ്തോത്രം. ഇതിലേതാ നമുക്ക് കൂടുതൽ പറയാനുള്ളത്? നേടിയതാണോ വിട്ടുകളഞ്ഞതാണോ? സ്തോത്രം. ഞാൻ ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ സമയത്തേക്കാൾ നമ്മുടെ ത്വക്കിന് നിറം കൂടിയോ അതോ ഇരുണ്ടോ? നിറം കൂടിയിട്ടുള്ളൂ അല്ലേ? കാരണം പിന്നീട് വെയിലുകളിലൊക്കെ കുറഞ്ഞു. ശരീരത്തിന്റെ ഭാരം, അസുഖം വന്നിട്ടുള്ളതല്ല, അല്ലാതെയുള്ളത്, ശരീരത്തിന്റെ ഭാരം കൂടിയോ കുറഞ്ഞോ നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിലേക്കും കർത്തൃവേലയിലേക്കും ഒക്കെ വന്നതിന് ശേഷം? മിക്കവാറും ഒക്കെ കൂടിയിട്ടേ ഉള്ളൂ. നാം വിട്ടുകളഞ്ഞവയുടെ കണക്കിനേക്കാൾ പലപ്പോഴും നേടിയവയുടെ കണക്കാണ് ഭാരക്കൂടുതലായി തോന്നുന്നത്. എൻ്റെ ജീവിതത്തിലും അങ്ങനെയാണ്. പലപ്പോഴും ഞാൻ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് വിലയിരുത്തുമ്പോൾ പൗലോസിനോടൊക്കെയാണ് താരതമ്യം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളതൊക്കെ കേട്ടിട്ടുള്ളതാ. പൗലോസ് 30-ൽ പരം വർഷത്തെ വിശ്വാസ ജീവിതത്തിനും ശുശ്രൂഷ ജീവിതത്തിനും ഒടുവിൽ കണക്കെടുത്ത് നടത്തിയപ്പോൾ താൻ നേടിയതായിരുന്നുവോ കൂടുതൽ അതോ വിട്ടുകളഞ്ഞതായിരുന്നുവോ കൂടുതൽ? സ്തോത്രം. നമുക്കറിയാമല്ലോ, ഭൗതികമായി താൻ മരിക്കുമ്പോൾ തനിക്ക് എന്തുണ്ടായിരുന്നു എന്ന് നമുക്കിത് പറയാനായിട്ട് പറ്റുമോ? നമ്മുടെ കാഴ്ചപ്പാട് ആ നിലയിലേക്ക് എത്തിയോ? സ്തോത്രം. ആ നിലയിലേക്ക് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഞാൻ ഈ സംസാരിച്ചതിനൊക്കെ ആധാരം ഞാൻ മുമ്പേ പറഞ്ഞ അധ്യായങ്ങളാണ്. പത്രോസ് ഉൾപ്പെടെയുള്ളവർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്തോ കിട്ടും? സ്തോത്രം. കർത്താവ് പറഞ്ഞു ചിലതൊക്കെ.
ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് 100 മടങ്ങ് കിട്ടും. പക്ഷേ ബോണസായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ? ഉപദ്രവങ്ങളോട് കൂടെ വിട്ടുകളഞ്ഞതൊക്കെ 100 മടങ്ങായിട്ട് കിട്ടും. സ്തോത്രം. മത്തായി 19:22 തൊട്ടുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, എടുത്ത് വായിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് 27-ാമത്തെ വാക്യത്തിലൊക്കെയാണ് പത്രോസ് ചോദിച്ചത്, സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? സ്തോത്രം. നിങ്ങൾ വിട്ടുകളഞ്ഞതൊക്കെ, സുവിശേഷത്തിന് വേണ്ടി വിട്ടുകളഞ്ഞതൊക്കെ 100 മടങ്ങ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടും. എന്തിനോട് കൂടെ? ഉപദ്രവങ്ങളോട് കൂടെ. സ്തോത്രം. ഉപദ്രവങ്ങളോട് കൂടെ. സ്തോത്രം. നമ്മൾ പറയുമ്പോൾ ഈ ഉപദ്രവങ്ങളും കൂടെ അവകാശപ്പെടാറുണ്ടോ? സ്തോത്രം. ഞങ്ങൾ ഉപദേശിമാർക്ക് സ്തോത്ര കാഴ്ചയും ദശാംശമൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എത്ര ഉപദേശിമാര് കർത്താവേ നിർവചനപ്രകാരം ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. വൈബ്രേഷനൊക്കെ കിട്ടും. അങ്ങനെ വല്ലതും പ്രാർത്ഥിച്ചാൽ അടുത്ത പ്രാവശ്യം കിട്ടുന്നില്ല. പക്ഷെ വ്യവസ്ഥ ഇതാ, നമുക്ക് അത് വേണ്ട, ബാക്കി മതി അല്ലേ? ഇല്ല, ഒറ്റ പാക്കേജ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശ്വാസ ജീവിതമാകട്ടെ, ശുശ്രൂഷ ജീവിതമാകട്ടെ, എത്ര വർഷവും 30, 35, 40 ഒക്കെ ആകട്ടെ, പക്ഷേ ഞാൻ ഇതിനെ ഒരു കൃഷിയുമായിട്ടൊന്ന് കോർത്തിണക്കാം. ഒരു കൃഷി. 1 കൊരിന്ത്യർ 3:9 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. പൗലോസിന്റെ ഫെയർവെൽ എപ്പിസൽ, വിടവാങ്ങൽ ലേഖനമായ തിമോത്തിയോസിനുള്ള 2-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ, 2-ാമത്തെ അധ്യായത്തിൽ ഏതാണ്ട് 6 ദൃഷ്ടാന്തങ്ങൾ ഒരു സുവിശേഷകനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് സുവിശേഷകനെ സംബന്ധിച്ച് മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും യാഥാർത്ഥ്യമാണ്. അതിൽ 6-ാം വാക്യത്തിൽ പറയുന്നത് നാം ആരെ പോലെയാണെന്ന്. സ്തോത്രം. അധ്വാനിക്കുന്ന കൃഷിക്കാരൻ, എ ഹാർഡ് വർക്കിംഗ് farmer, not a simple farmer but a hard working farmer. സ്തോത്രം. അപ്പോൾ നാം ദൈവത്തിൻ്റെ കൃഷി, ഒപ്പം നാം ഒരു അധ്വാനിക്കുന്ന കൃഷിക്കാരൻ എന്ന നിലയിൽ ഓരോ ക്രിസ്തു വിശ്വാസിയും എന്താണ് കൃഷി ചെയ്യേണ്ടത്, എവിടെയാണ് കൃഷി ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ നേട്ടം? സ്തോത്രം. കർത്താവിനെ പഠിപ്പിച്ച കാര്യം ഞാൻ സഭയിലും പുറത്തും പറയാറുണ്ട്. 2 പ്രധാനപ്പെട്ട കൃഷികൾ. 1 നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, 2 ലോകം എന്ന വയലിൽ. നമ്മുടെ വ്യക്തിപരമായ ജീവിതമെന്ന വയലിൽ നാം കൃഷി ചെയ്യേണ്ടത്, സ്തോത്രം, വിശുദ്ധിയുടെ വിത്തുകളാണ്. വിശുദ്ധിയുടെ വിത്തുകൾ നാം നമ്മുടെ ജീവിതത്തിൽ കൃഷി ചെയ്താൽ നമുക്കൊരു വിളവ് ലഭിക്കും. റോമർ 6:22 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അതിൻ്റെ ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യ ജീവനുമാകുന്നു. സ്തോത്രം. നമുക്കെന്ത് ലഭിക്കും എന്ന പ്രതിഫലത്തെ നോക്കിക്കൊണ്ട് നിൽക്കാതെ, ഞാനും നിങ്ങളും അധികം ശുശ്രൂഷകരാകട്ടെ, വിശ്വാസികളാകട്ടെ, സഹോദരിമാരാകട്ടെ, സഹോദരന്മാരാകട്ടെ, യൗവനക്കാരാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, സ്തോത്രം, ആരുമാകട്ടെ, നാം നോക്കേണ്ടത്, നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതമെന്ന വയലിൽ വിശുദ്ധി എന്ന വിത്ത് വിതറി വിശുദ്ധീകരണമെന്ന ഫലവും നിത്യജീവൻ എന്ന ആത്യന്തികതയും നാം നേടേണ്ടതാണ്. ഇത്രയും വർഷത്തെ വിശ്വാസ ജീവിതം നാം നയിച്ച് ഇന്ന് ഇവിടെ NMPF ആദരിക്കപ്പെടുന്നു.
NMPFO നാം ആയിരിക്കുന്ന പ്രസ്ഥാനങ്ങളോ നമ്മെ ആദരിക്കുകയോ പൊന്നാട അണിയിക്കുകയോ ഒന്നും ഒരു വിഷയമല്ല. സ്തോത്രം. പക്ഷേ ഒരു മഹാസദസ്സിൽ നാം ആദരിക്കപ്പെടണം. ആ സദസ്സ് മറ്റൊന്നല്ലെന്ന് നമുക്കറിയാം. സ്തോത്രം. ത്രിയേക ദൈവവും ദൈവത്തിന്റെ അനവരതം വിശുദ്ധ ദൂതന്മാരും കോടാനുകോടി വിശുദ്ധന്മാരും അണിനിരക്കുന്ന ഒരു മഹൽ സദസ്സുണ്ട്. സ്തോത്രം. ആ സദസ്സ് എത്രയും വേഗം പ്രത്യക്ഷപ്പെടാറായി. എല്ലാം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. അവിടെ നാം ആദരിക്കപ്പെടണം. അവിടെ ആദരിക്കപ്പെടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന 2 കൃഷികൾ നാം നടത്തണം. ഒന്നാമത്തെ കൃഷി എവിടെ നടത്തണം? നമ്മുടെ വ്യക്തിപരമായ ജീവിതം എന്ന കൃഷിയിടത്തിൽ. വിത്ത് വിശുദ്ധി, ഫലം വിശുദ്ധീകരണവും, അന്തം നിത്യ ജീവനും. സ്തോത്രം. വളരെ ദുഃഖകരമായ കാര്യം, എന്നെ ഭയപ്പെടുത്തുന്ന കാര്യമുണ്ട്. ദീർഘവർഷങ്ങളിലെ ശുശ്രൂഷയ്ക്ക് ശേഷവും വിജയകരമായ ശുശ്രൂഷകൾക്ക് ശേഷവും ലോകത്തിലെ ധാരാളം മാനിക്കപ്പെടുന്ന അവസ്ഥകൾക്ക് ശേഷവും കർത്താവിന്റെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ പലരും കേൾക്കുന്ന ശബ്ദം, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അയ്യോ, ഞാൻ ഭയപ്പെടുന്ന വാക്കുകളാണ്. മത്തായി 7:21, 22, 23 ഞാൻ ഈ പറഞ്ഞത്. സ്തോത്രം. അതൊരിക്കലും നമുക്ക് ഭവിക്കരുത്. ഭവിക്കാതിരിപ്പാൻ ഇവിടെ ആരും നമ്മെ അറിഞ്ഞില്ലെങ്കിലും, നമ്മുടെ പ്രസ്ഥാനങ്ങൾ നമ്മെ ആദരിച്ചില്ലെങ്കിലും, ആരും നമുക്കൊരു ചെറിയ പൂക്കഷണം പോലും തന്നില്ലെങ്കിലും, സ്തോത്രം, നമ്മുടെ പേര് എങ്ങും വന്നില്ലെങ്കിലും സാരമില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധരായി ഞാനും നിങ്ങളും നിലനിന്നാൽ എന്നെയും നിങ്ങളെയും മാനിക്കുന്ന മഹൽ സദസ്സുണ്ട്. അവിടെയാണ് ഞാനും നിങ്ങളും മാനിക്കപ്പെടേണ്ടത്, ആദരിക്കപ്പെടേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് മറ്റാരും കാണാത്ത നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യ അറകളെ വിശുദ്ധമായി സൂക്ഷിപ്പാനും ഈ വിശുദ്ധീകരണം എന്ന കൃഷി നാൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ ചെയ്യുവാനും നാം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഒരു കൃഷി, രണ്ടാമത്തെ കൃഷിയിടം എന്ന് പറയുന്നത് ലോകം എന്ന വിളഭൂമിയാണ്. ലോകം. ഈ ലോകം എന്ന കൃഷിയിടത്തിൽ നാം ഇറക്കേണ്ട കൃഷി, നാം വിതയ്ക്കേണ്ട വിത്ത് എന്താണ്? സുവിശേഷം എന്ന വിത്ത്. സുവിശേഷം എന്ന വിത്ത് ലോകം എന്ന നിലത്ത് നാം വിതച്ചാൽ അവിടെ നാം കൊയ്യുന്ന ഫലം സോൾസ്, ആത്മാക്കൾ. ആത്മാക്കൾ. സ്തോത്രം. സ്തോത്രം. ഞാൻ സുവിശേഷത്തിന്റെ വിത്ത് വിതറിയിട്ട് അവിടെ കിളിർത്തു വരുന്ന ആത്മാക്കളെ മറ്റൊരു ഞാൻ ഉൾപ്പെട്ട് നിൽക്കാത്ത, അല്ലെങ്കിൽ എന്റേതല്ലാത്ത പ്രസ്ഥാനത്തിലുള്ള പോൾ പാസ്റ്റ് അടിച്ചുകൊണ്ട് പോന്നേ പോട്ടെന്നേ, എനിക്കെന്ത് വേണം? പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടുമോ? എനിക്ക് കിട്ടുമോ? എനിക്ക് കിട്ടത്തുള്ളൂ. ദശാംശം അദ്ദേഹത്തിന് കിട്ടിയേക്കും. ആ പുള്ളി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ ദശാംശം ഇവിടെ കിട്ടും. പക്ഷെ പ്രതിഫലം എനിക്ക് കിട്ടുള്ളൂ. കാരണം കർത്താവാണത് പേരെഴുതിയത്, പ്രസ്ഥാനക്കാരല്ല. അതുകൊണ്ട് പ്രതിഫലം എനിക്ക് ലഭിക്കും. സ്തോത്രം. നമുക്കൊക്കെ അറിയാവുന്നതാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് അങ്ങ് നിത്യതയിലെത്തുമ്പോൾ പ്രതിഫലം കിട്ടുമല്ലോ. അതിലൊരു പ്രതിഫലമാണ് ക്രൗൺസ്, കിരീടങ്ങൾ. അതിലൊരു കിരീടത്തിന് പേരാണ് പ്രശംസാ കിരീടം. ഇംഗ്ലീഷിൽ ക്രൗൺ ഓഫ് ജോയ്. എന്തോ ഈ സാധനം? പ്രശംസാ കിരീടം എന്നും മലയാളത്തിൽ. സ്തോത്രം. എന്തോ? സ്തോത്രം. ക്രൗൺ ഓഫ് ജോയ്. എന്തോ ഇത്? ആർക്കാ ലഭിക്കുന്നത്? ആത്മാക്കളെ നേടുന്നവർക്ക്. ആത്മാക്കളെ നേടുന്നവർക്ക് കർത്താവ് വേറെ ഒരു കിരീടം കൊണ്ടുവന്ന് തലയിൽ വെക്കണമെന്നൊന്നും ഇല്ലെന്നേ. പിന്നെന്തുവാ? പൗലോസ് പറയുന്നു 1 തെസ്സലോനിക്കർ 2
അവസാനത്തെ വാക്യങ്ങളിൽ 18-19 വാക്യങ്ങളിൽ, ഫിലിപ്പ് ലേഖനം 4-ന്റെ ആദ്യത്തെ വാക്യങ്ങളിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്, അങ്ങ് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ എൻ്റെ പ്രശംസയും എൻ്റെ സന്തോഷവും ആരാ? നിങ്ങളാ. ഞാൻ ചിലപ്പോൾ ഇവിടെ സുവിശേഷം പറഞ്ഞിട്ടങ്ങ് പോയി. ചിലപ്പോൾ അത് ഫലം കണ്ടത് എനിക്ക് ശേഷം വന്ന ഉപദേശിമാരുടെ സമയത്തായിരിക്കും. ക്രെഡിറ്റ് കിട്ടിയതാ ഉപദേശിക്കാൻ. എനിക്ക് ഒരു ക്രെഡിറ്റും കിട്ടിയിട്ടില്ല. പക്ഷേ നിത്യതയിലെത്തുമ്പോൾ സ്തോത്രം, കർത്താവ് പറയും, മോനെ ഇങ്ങ് വാ, നീ സുവിശേഷം പറഞ്ഞത് കൊണ്ട്, നിന്റെ വിശുദ്ധ ജീവിതം കൊണ്ട്, നിന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. ആർക്കും അപഹരിപ്പാൻ കഴിയാത്തതുപോലെ ധാരാളം ആത്മാക്കൾ അവിടെ കാണുമ്പോൾ നിത്യത എനിക്ക് സന്തോഷത്തിന്റെ ഇടമായി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നാം നമ്മുടെ ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ നോക്കേണ്ടത്, ഒന്ന്, വിട്ടുകളഞ്ഞതിൻ്റെ കണക്കും നേടിയതിൻ്റെ കണക്കും. നേടിയതിനേക്കാൾ വിട്ടുകളഞ്ഞതാകട്ടെ അധികം. സ്തോത്രം. നാം കൃഷിക്കാരെന്ന നിലയിൽ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയെ കൃഷി ചെയ്ത് നിത്യജീവനെ പ്രാപിക്കുക, ലോകത്തിൽ സുവിശേഷം വിതറി ആത്മാക്കളെ നേടുക, നിത്യതയിൽ നമുക്ക് സന്തോഷിക്കാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എനിക്കിനി ഒന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല. D.L. മൂഡിയുടെ ചില വാക്കുകൾ പറഞ്ഞ് നിർത്താം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇവിടുത്തെ വായിച്ചതാണ്. മൂഡിയുടെ പ്രാർത്ഥനയിൽ കർത്താവ് ഇറങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, മോനെ, നിന്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടു. നീ ഇങ്ങ് വേലയൊക്കെ തികച്ച് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നിനക്ക് എന്തോ തരണം പറ. മൂടി പറഞ്ഞു, കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി എന്തെങ്കിലും അവിടെ തരാൻ ഒരുക്കി വെച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ട. പിന്നെ അത് എന്നെ സുവിശേഷ വേലയിൽ പ്രോത്സാഹിപ്പിച്ച, വിശ്വാസത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച ധാരാളം വിശുദ്ധന്മാരുണ്ട്. അങ്ങ് അവർക്കൊക്കെ അങ്ങ് പകുത്തു കൊടുത്തേറെ. എനിക്ക് അവിടെ വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും വേണ്ട. ശരി, എന്നാ പോട്ടെ, നീ ഇവിടെ വരുമ്പോൾ നിനക്ക് തരാൻ വെച്ചേക്കുന്നതൊക്കെ ഞാൻ അവർക്കൊക്കെ കൊടുത്തേക്കാം. സമ്മതിച്ചു. എന്നാൽ നീ ഇനി വരുന്നതിന് മുമ്പ് ഭൂമിയിലായിരിക്കുമ്പോൾ എന്തെങ്കിലും ഞാൻ തന്ന് നിന്നെ ആദരിക്കണമെന്ന് എനിക്കുണ്ട്. നിനക്ക് എന്തോ വേണം? നീ ഭൂമിയിലായിരിക്കുമ്പോൾ, മരിക്കുന്നതിന് മുമ്പ് നിനക്ക് എന്തോ വേണം? മൂടി പറഞ്ഞ, കർത്താവേ, ഇവിടെ വെച്ചും എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. അല്ല, അങ്ങ് എനിക്ക് എന്തെങ്കിലും ഇവിടെ വെച്ച് തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തേരെ. ഇവിടെ എന്നെ ഉപദ്രവിച്ച കുറേ മനുഷ്യരുണ്ട്. എന്നെ നിന്ദിച്ചവർ, എനിക്കെതിരെ ഭോഷ്ക് പറഞ്ഞു പരത്തിയവർ, എൻ്റെ കാലുവാരിയവർ, ഇങ്ങനെ ഒത്തിരി മനുഷ്യർ സഭയ്ക്കകത്തും പുറത്തും കുടുംബത്തിനകത്തും പുറത്തൊക്കെ ഉണ്ട്. ഈ ഭൂമിയിൽ അങ്ങ് എനിക്ക് എന്തെങ്കിലും നന്മകൾ തരാൻ വെച്ചിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യും, അതൊക്കെ അങ്ങ് ഈ എൻ്റെ കാലുവാരികൾക്കും ശത്രുക്കൾക്കും കൊടുത്തേരെ. കാരണം അവരിങ്ങനെ എന്നെ കുത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ പാപത്തിൽ വീഴാതെ നിന്റെ അടുക്കലേക്ക് ഓടി 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 അടുത്ത് വന്നുകൊണ്ടിരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് തരാനിരിക്കുന്നതൊക്കെ അങ്ങ് ഇവർക്ക് കൊടുത്തേരെ. കർത്താവ് പറഞ്ഞു, ശരി. എന്നാൽ മോനെ മൂടി, നിനക്ക് എൻ്റെ അടുത്ത് ഇവിടെ വരുമ്പോഴും ഒന്നും വേണ്ട, ഭൂമിയിൽ വെച്ചും ഒന്നും വേണ്ട. പിന്നെ നിനക്ക് എന്തോ വേണ്ട? മൂടി പറഞ്ഞ വാക്കുകളാണ് ആസാഫ് പറഞ്ഞത്. 73-ാം സങ്കീർത്തനം 25-ാം വാക്യം. അത് മാത്രം ഒന്ന് വായിച്ചു നിർത്തിയൊരു എൻ്റെ ഉപസംഹാര. Psalm 73:25. സ്തോത്രം. ആരെങ്കിലും കുറച്ച് വായിച്ചോളൂ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അർത്ഥം അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സ്വർഗത്തിൽ അങ്ങ് വരുമ്പോ എനിക്ക് ആര് മതി? ആര് മതി? അങ്ങേ മതി. ഭൂമിയിലും നിന്നെ അല്ലാതെ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതില്ല ഭൂമിൽ. നമ്മൾ പാടുന്നത് തെറ്റിച്ച, ആശ്രയിപ്പാൻ ആരുമെന്ന അല്ല, ആഗ്രഹിപ്പാൻ ആരുമെന്ന് പാടിക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്കും ഇന്ന് മോഡിയോടും അല്ല ആസാഫിനോടും ചേർന്ന് പറയാം, കർത്താവേ, ഇവിടെ ഞാൻ എന്തെല്ലാം വിട്ടാലും വിറ്റാലും എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല,
അവിടെയും എനിക്കൊന്നും വേണ്ട, ഇവിടെയും വേണ്ട. എന്നാൽ അവിടെയും ഇവിടെയും എനിക്ക് വേണ്ടത് ഒന്ന് മാത്രം. ആരെയാ? അങ്ങയെ മാത്രം മതി. നമ്മൾ എത്ര പേർക്ക് ചെങ്കൂറ്റത്തോടെ കർത്താവിനോട് പറയാൻ പറ്റും, കർത്താവേ, നീ എനിക്ക് തരാഞ്ഞതിനെ കുറിച്ച് പലതും പരാതി പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണമേ. അങ്ങ് എനിക്ക് തന്നതും തിരിച്ചെടുത്താലും സാരമില്ല, ഞാൻ പ്രതീക്ഷിച്ചത് തന്നില്ലെങ്കിൽ സാരമില്ല. പക്ഷേ എനിക്ക് നിത്യതയിലും ഇവിടെയും വേണ്ടത് മറ്റൊന്നുമല്ല, അങ്ങയെ തന്നെയാണ് വേണ്ടത്. കർത്താവിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവിനെ കൊണ്ട് മാത്രം തൃപ്തി അടഞ്ഞുകൊണ്ട് നമ്മുടെ ശിഷ്ടകാലം കഴിക്കുവാൻ സീനിയേഴ്സിനും ജൂനിയേഴ്സിനും സുവിശേഷ വേലക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ദൈവം കൃപ തരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് സല്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് നിങ്ങളുടെ പേരുകൾ മാത്രം വിളിക്കുകയും നിങ്ങളുടെ ചർച്ച റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ഞങ്ങൾ ഇവിടെ അറിയിക്കുകയും ചെയ്യും. ആദ്യം പേരുകൾ വിളിക്കുന്നത് നമ്മുടെ മുതിർന്ന സഹോദരിമാരുടെയാണ്, എൽഡറി വിമൻ്റെയാണ്. അവർ മുന്നോട്ട് വരികയും കഥാദാസൻ പാസ്റ്റർ ദീപോ വർഗീസ് അദ്ദേഹം ഷാള് അണിയിക്കുകയും പിന്നീട് മുന്നോട്ട് വന്ന് നിങ്ങൾക്കൊരു ഫലകം നിങ്ങൾ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ നൽകുകയും ചെയ്യും. അതിനുശേഷം സ്വസ്ഥാനങ്ങളിൽ പോയി ഇരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതിനുശേഷം കർത്താദാസൻ പാസ്റ്റർ പി ജയരാജ് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ രീതിയിലായിരിക്കും ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നത്. വിവിധ രീതികളിലാണ് നിങ്ങൾ സഭകളിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാവരും ഫ്രണ്ട് ലൈനിൽ വരാറില്ല എല്ലാ ശുശ്രൂഷകൾക്ക് ചെയ്യുന്നവർ. ചിലപ്പോഴും ബാക്ക് ഓഫീസ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. നമ്മൾ ഡിസ്പ്ലേ കാണുന്നുണ്ട്, നമ്മളിത് കാണുന്നുണ്ട്, പക്ഷെ ബാക്ക് ഓഫീസ് വർക്ക് ചെയ്യുന്നത് ഷിജോയാണ്. എന്നുപോലെ തന്നെ ഓൾവേസ് നമ്മൾ മുമ്പിൽ നിൽക്കുന്നവരെ കാണിക്കുള്ളൂ. ദൈവദാസന്മാരോട് ചേർന്ന് തന്നെയാണ് ഈ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ദൈവവേല ചെയ്തിട്ടുള്ളത്. വ്യത്യസ്ത അളവിലായിരിക്കാം, വ്യത്യസ്ത വർഷങ്ങളായിരിക്കാം, ചില 30-ലധികം വർഷങ്ങളായിരിക്കാം. ഇരുവേ സന്തോഷത്തോടെ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളുടെ ശുശ്രൂഷകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അവസരമായി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതേ പക്വതയോടെയും സന്തോഷത്തോടെ നിങ്ങൾ വന്ന് ആ കാര്യങ്ങൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ഓർപ്പിക്കുന്ന. ഇപ്പോൾ ഒരു പാട്ട് പാടി നമ്മൾ ദൈവത്തെ ഒരു കേട്ട മെസ്സേജിനോട് ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം ഈ ശുശ്രൂഷകൾ നടക്കും. ബ്രദർ സാം ആംബ്രോസും ഹാബിൽ ജേക്കും ജോണച്ചാനും മുന്നോട്ട് വന്ന് ആ ശുശ്രൂഷകൾ സഹായിക്കും. ും
സാൻപാട ചർച്ചിലെ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് മാത്തിച്ചാൻ നമുക്ക് പരിചയമുണ്ട്. ഫോട്ടോ കൂടെ ഉണ്ട്, ഫോട്ടോയിൽ കൂടെ നോക്കാൻ. ഒരു പ്രാവശ്യം കരങ്ങളടിച്ചാട്ടത്തെ. തങ്കമ്മ യോഹന്നാൻ ഫെലോഷിപ്പ് ചർച്ച് സാൻപാട. തങ്കമ്മ യോഹന്നാൻ ഫെലോഷിപ്പ് ചർച്ച് സാൻപാട. ഒട്ടും പിശുക്കാണെങ്കിൽ കൈ അടിക്കുന്നതിന്. എലിസബeth പൗലോസ് ഫെലോഷിപ്പ് ചർച്ച് സാൻപാട. എലിസബeth പൗലോസ് ഫെലോഷിപ്പ് ചർച്ച്. Your hands together. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏലിയാമ്മ ജോർജ് അമ്മണി എന്ന് വിളിക്കപ്പെടും. ഏലിയാമ്മ ജോർജ് IPC കോപ്പർക്കാരൻ. IPC കോപ്പർക്കാരൻ. സാറാമ്മ ഇനി നമ്മുടെ മുതിർന്ന മെൻ ഫ്രം ഡിഫറെന്റ് ചർച്ച്. ജയരാജ് ഹരീഷ്. ജയരാജ് അദ്ദേഹം ഈ ശുശ്രൂഷയിൽ ആബ്സെന്റ് ആണ്. ഫെലിക്സ് മാത്യു IPC നെറൂൾ മുംബൈ ഈസ്റ്റ് ഡിസ്ട്രിക്ട്. ഫെലിക്സ് മാത്യു IPC നെറൂൾ മുംബൈ ഈസ്റ്റ് ഡിസ്ട്രിക്ട്. CN തോമസ് IPC വാശി. CN തോമസ് IPC വാശി. NC വർഗീസ് IPC സീവുഡ്സ്. NC വർഗീസ് IPC സീവുഡ്സ്. വർഗീസ് പി മാത്യു ചർച്ച കൊടുവേ അദ്ദേഹവും പ്രിയ അദ്ദേഹവും വന്നിട്ടില്ല. KC മാത്യു IPC നെറൂൾ. KC മാത്യു.
എം വർഗീസ്, IPC നെറു. David, IPC Nerul. Michael Raj David, IPC Nerul. Samuel, IPC Panvel, VC Samuel, IPC Panvel. Thank you, Pastor Vivo Varghese. Thank you, Sandy Varghese Pastor. Thank you. കുറവാണ് എനിക്കറിയാം. നിങ്ങൾക്ക് ഒരു വാക്ക് പറയാൻ സമയം തരേണ്ടതുമാണെന്ന് പറയാം. പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഞങ്ങളെ അതിന് സമ്മതിക്കുന്നില്ല. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ കുറച്ച് ഡിസിപ്ലിൻഡാണ് ലൈഫിൽ. 8 മണിക്ക് ഉറങ്ങുന്നവരുണ്ട്. അതുകൊണ്ട് കൃത്യമായി നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുക ഞങ്ങളുടെ ആവശ്യം കൂടിയാണ്. നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള നിങ്ങളുടെ ഡിസിപ്ലിൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ആദരിക്കുന്നു. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവർക്ക് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ദീർഘവർഷങ്ങൾ മുമ്പേ സഭയിൽ മഹാരാഷ്ട്രയിൽ കർത്താവിൻ്റെ വെടിവിൽ നിൽക്കുകയും വിശ്വാസത്തിൽ നിലനിൽക്കുകയും അനേകരെ വിശ്വാസം ഉറപ്പിക്കുകയും വിവിധ നിലകളിൽ കർത്താവിന് വേണ്ടി അവർ വേല ചെയ്യുകയും ചെയ്തു. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താണ് എല്ലാവരും. നന്ദിയോടെ അവരുടെ സേവനങ്ങൾക്കാണ് അവർ ദൈവം ഉപയോഗിച്ചതിനായി, അവർക്ക് ആയുഷ്ആരോഗ്യം ബലവും ദൈവം നൽകേണ്ടതിനായി, തുടർന്ന നാളുകളിൽ ദൈവം അവർ നിയമിച്ച ദിനത്തോടും വിശ്വസ്തയോടെ ശക്തിയോടെ കർത്താവിന്റെ സാക്ഷികളായി ദൈവം നിലനിർത്തേണ്ടതിനായി, അവർ കൂടി വരുന്ന സഭയിൽ, അവരുടെ ഭവനങ്ങളിൽ, അവരിടപെടുന്ന തലമുറകളുടെ നടുവിൽ മാതൃകയുള്ളവരായി ഉപദേശിക്കാൻ സമർത്ഥരായി ദൈവം വീണ്ടും ഉപയോഗിക്കേണ്ടതിനായി ശക്തിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്ത് നാം അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും സകല കൃപകളും സകല കടാക്ഷങ്ങളും അവരോട് കൂടി ഇരിക്കേണ്ടതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ PJ രാജ് മുന്നോട്ട് വന്ന് പ്രിയപ്പെട്ടവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും ആ ഹൃദയംഗമായി ഉള്ളിൽ നിന്ന് പ്രിയപ്പെട്ടവർ അനുഗ്രഹിച്ച് ദയവായി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനുമായി ഓ ജീവന ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നവി മുംബൈയിലുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ ഫലകരമായ സന്ധ്യാസമയത്തിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങൾ പുറകിൽ തങ്ങളുടെ ഭൗതികമായ ജോലിയോടനുബന്ധിച്ച് മറ്റും കർത്താവെ കേരളത്തിൽ നിന്ന് ഈ ബോംബെയിലേക്ക് കടന്നു വരികയും അവരുടെ ജോലിയേക്കാൾ അധികം കർത്താവിനെ സേവിക്കുകയും കർത്താവെ പട്ടണത്തിൽ അനേക സഭകൾക്ക് കർത്താവെ ആവിർഭാവം കുറിക്കുവാൻ അവർക്ക് ലഭിച്ച ഭൗതിക നന്മകളും അവരുടെ ആരോഗ്യവും അവരുടെ ദർശനവും ഒക്കെ കർത്താവ് ഉപയോഗിച്ച് കർത്താവിന്റെ ഭൗതിക നന്മകൾ വളരെ പരിമിതമായിരുന്നുവെങ്കിലും അനേക ദൈവദാസന്മാർക്ക് ആശ്വാസമായി തണുപ്പായി അനേകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അനേക ആത്മാക്കൾക്ക് കർത്താവ് നേടുവാൻ ദൈവം ഉപയോഗിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി ഞങ്ങൾക്ക് അവരെ ആദരിക്കുവാൻ
ആദരിക്കുന്നത് വളരെ പരിമിതമാണ് കർത്താവേ. എന്നാൽ ഞങ്ങൾ ഇന്ന് സന്ധ്യയിൽ കേട്ടതുപോലെ നിത്യതയിൽ കർത്താവേ നശിക്കാത്ത കർത്താവേ പ്രതിഫലം അവർക്ക് വേണ്ടി ശേഷിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭകൾ അവരുടെയും കൂടെ അധ്വാനത്തിന്റെ ഫലമാണ്, അവരുടെ നന്മകളുടെ ഫലമാണ് കർത്താവേ. അതറിഞ്ഞ ഞങ്ങൾ ഈ സന്ധ്യയിൽ ഞങ്ങൾ അവരെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ജീവിതത്തിന്റെ ഈ സായങ്കാലങ്ങളിൽ അവരെ അനുഗ്രഹിക്കണമേ, ആവശ്യമായ ആരോഗ്യം നൽകി കൊടുക്കണമേ, ഏറിയ പ്രത്യാശയിൽ അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവയെ മറ്റു പല പ്രിയപ്പെട്ടവരും ഇവിടെ കടന്നു വരേണ്ടതായിരുന്നു, ഒരുപക്ഷെ അനാരോഗ്യ നിമിത്തമാണ് അവർ എത്തിച്ചേരാതിരുന്നത്. ഇടങ്ങളിൽ അവരെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ തോമാച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സദസ്സിൽ സംബന്ധിപ്പാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു കർത്താവേ, എന്നാൽ തൻ കിടക്കയിലായിരിക്കും ദൈവമേ. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ കർത്താവേ അനേകരെ സഹായിച്ച അനേകം ഉത്തേജനമായി നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിന്റെ സന്ധിയിലൂടെ അങ്ങനെ അദൃശ്യമായ കരങ്ങൾ അവരുടെ വെച്ച് ആണിപ്പണിയുള്ള കരങ്ങളാൽ അവരെ കർത്താവ് സൗഖ്യമാക്കി വീണ്ടും അവരെ ബലത്തോടെ നിലനിർത്തണമെന്ന് ഞങ്ങൾ അവർ ഞങ്ങൾക്ക് തെളിച്ചിരുന്ന മാർഗദീപം കർത്താവെ. ആ പാതകൾ വിശ്വാസത്തിന്റെ വിശുദ്ധിയുടെ ആ പാതകൾ ഞങ്ങൾ കർത്താവെ വചനത്തിന്റെ ഇടറാതെ പിന്തുടരുവാൻ ആവശ്യമായ കൃപ പിന്തുടരുന്ന ഞങ്ങൾക്കും നൽകി തരണമെന്ന് ഞങ്ങൾ ഈ പട്ടണത്തിലെ സഭകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ സ്തോത്രം, നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരദാപത്തിൽ ഒരിക്കൽ കൂടെ നിരദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സകല മഹത്വവും ഞങ്ങൾ അംഗീകരിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Thank you everyone. Please be seated. Brother Sam Ambrose മുന്നോട്ട് വന്ന് വോട്ട് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്തുന്നതിന് ശേഷം താങ്ക് യു സോ മച്ച്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിക്കും. നമ്മുടെ കരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ ഗസ്റ്റായിട്ട് ഇന്ന് പൽക്കാലം സന്ധ്യാസമയത്ത് കിടന്നു വന്ന ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ വിയോ വർഗീസ് NMBF പേരിലുള്ള നന്ദി ഈ സമയത്ത് ദേവദാസൻ അറിയിച്ചു. തുടർന്ന് ഇന്ന് സന്ധ്യാസമയത്ത് ഇവിടെ കടന്നു വന്ന എല്ലാ എൽഡേഴ്സിനും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയും കടന്നു വരികയും ഇവിടെ നിന്ന് ഞങ്ങൾ തരുന്ന ഈ നാമമാത്രമായ ഈ മൊമെൻ്റ് അത് കൈപ്പറ്റുകയും ചെയ്ത എല്ലാ എൽഡേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി NMBF പേരിൽ സമുദായിച്ചു. ഈ എൽഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റൊരു വാക്കാണ് പറയാനുള്ളത്. ദൈവവചനത്തിൽ എനിക്കൊരു വാക്യം വളരെ എന്നെ സ്പർശിച്ചൊരു വാക്യമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമുക്കിവിടെ ലഭിക്കുന്ന ഈ റിവാർഡ്സ് എല്ലാം നമുക്കറിയാം, ഇതെല്ലാം വാടുന്ന കിരീടങ്ങളാണ്. പക്ഷെ വാടാത്ത ഒരു ട്രൂ ഐഡൻറ്റിറ്റി, ദൈവത്തിൻ്റെ ട്രൂ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിലാണ്. നിങ്ങൾ എൽഡേഴ്സ് ഇത്രത്തോളം നാൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചത് അത് വെളിപ്പെടാൻ പോകുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിലാണ്. നിങ്ങൾ ദൈവസ്ഥയോടും ദൈവത്തിൻ്റെ നാമത്തോടും ചെയ്ത എല്ലാവിധമായ സ്നേഹത്തിനും പ്രത്യേകമായ ഈ സമിതി ഞാൻ നന്ദി ഹൃദയത്തോടെ ഞാൻ അത് സ്മരിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അടുത്തത് നന്ദി പറയാനുള്ളത് IPC ഗലേറിയ ചർച്ചിനോടാണ്. ഇപ്രകാരം മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ ഇതിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ദേവദാസൻ, വിൻ ജോൺ, അതുപോലെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി NMBF പേരിൽ ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച കൊയറിനോടാണ്. പ്രിയ ആൻറ്റിയും പ്രിയ സഹോദരങ്ങൾ, പ്രത്യേകമായ നന്ദി NMBF പേരിൽ ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. NMBF കമ്മിറ്റി ഇവിടെ സപ്പോർട്ടില്ലെങ്കിൽ ഇപ്രകാരം ഒരു മീറ്റിംഗ് നടക്കുവാൻ സാധ്യമല്ല. എല്ലാവരും ഈ ഒരു കാര്യം വന്നപ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടി ആ കാര്യത്തെ എപ്രകാരം നടത്തണമെന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ഒരു ഐക്യതയോടുകൂടി എടുത്തൊരു തീരുമാനത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ പോൾ വർഗീസ്, അതുപോലെ
വൈസ് പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സണ്ണി വർഗീസ്, അതുപോലെ ട്രഷററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എം ഒ ജോൺ അങ്കിൾ, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഹാബേൽ എന്നിവരോടുള്ള പ്രത്യേകമായ നന്ദി, അതുപോലെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് എല്ലാവരും കരങ്ങളെ അടിച്ച്, അതുപോലെ ഇന്ന് സന്ധ്യാസമയത്ത് ഇവിടെ കടന്നു വന്ന എല്ലാ എൽഡേഴ്സിനും സഹോദരങ്ങളും സഹോദരിമാരോടുള്ള പ്രത്യേകമായ നന്ദി NMPF പേരിൽ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതുപോലെ നമുക്കിവിടെ ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് ഒരുക്കിയിരുന്ന റെജി കാറ്ററിങ്ങിനുള്ള പ്രത്യേകമായ നന്ദി NMPF പേരിൽ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്ന ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ വിവിധ പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാത്സല്യം നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല ഈ സന്ധ്യാസമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ദിവസത്തിന്റെ വൈകിട്ട് സമയം ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും ഇപ്രകാരം ഒരു കൂട്ടായ്മയിൽ കർത്താവെ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ദിവസത്തിൽ ആദരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. നീതിമാന്റെ ഓർമ്മകൾ അനുഗ്രഹിക്കപ്പെട്ടതും ദൈവത്തിന്റെ വരങ്ങൾ കാണുന്ന കർത്താവെ, അനേക വഴികളില്ലാത്ത സ്ഥലങ്ങളിലൂടെ അവർ സഞ്ചരിച്ച് വഴികളെ വെട്ടിത്തുറന്ന് യുദ്ധങ്ങൾ ചെയ്ത് അനേക കർത്താവെ മുറിവുകൾ പറ്റി ക്ഷീണങ്ങളുടെ മധ്യത്തിലും ബലഹീനതയുടെ മധ്യത്തിലും അവർ ക്രിസ്തീയ പോരാട്ടം തുടരുവാനിടയായി തന്ന കർത്താവെ, ഞങ്ങൾക്ക് മുൻപായി നടന്ന നല്ലൊരു മാതൃക അവർ വെച്ചില്ല കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ഓർമ്മകൾ അനുഗ്രഹിക്കപ്പെടേണ്ട കർത്താവെ. അവരുടെ പ്രവൃത്തികൾക്ക് ക്രിസ്തുവിന്റെ നാളിൽ പ്രതിഫലവും പ്രശംസയും ഉണ്ടാകുവാനിടയായി തന്ന കർത്താവെ. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവരുണ്ട് കർത്താവെ, അവരെ നീ ബലപ്പെടുത്തണമേ കർത്താവെ. നിറച്ചാലും ചുമക്കുവാമെന്ന വാഗ്ദത്തം ചെയ്ത ദൈവം അവരെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശാരീരിക അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെ അവസ്ഥകൾക്കെല്ലാം കർത്താവേ നീ അറിഞ്ഞവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ മീറ്റിംഗ് അധ്യക്ഷം വഹിച്ച കർത്താവിന്റെ ദാസനായി സ്തോത്രം, വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനായി സ്തോത്രം. കടന്നു എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ആനന്ദത്തോടെ ഞങ്ങളെ മടക്കി അയക്കണം. പ്രാർത്ഥനയും യാതനയും കേട്ടതേക്കായി സ്തോത്രം, മാനവും മഹത്വവും നീ കേൾപ്പിക്കുന്നു. NMPF-ന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുമുള്ള NMPF-ന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇപ്രകാരം ഒരു മനോഹരമായ കാര്യം ചെയ്യുവാൻ, എൻ്റെ പ്രവർത്തനങ്ങളെ വിശാലമാക്കുവാൻ എല്ലാ പ്രവർത്തകരെയും അവിടുന്ന് സഹായിച്ചതേക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഒന്നിച്ച് അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം നല്ല പിതാവേ. നമ്മുടെ പ്രാർത്ഥനയെ കേട്ട ദൈവത്തെ സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആശീസ്സും വഴി നടത്തുന്ന സൗഹാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നമ്മോട് എവരോടും ഇന്നും കർത്താവിന്റെ വരവിനെയും ഇരിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്ന ക്രിസ്തുവിനെ സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, ദയവായിട്ടൊരു ഫോട്ടോ സെഷനാണ്. മുന്നോട്ട് വന്നാട്ട് ദയവായി.